أتى رمضان مزرعة العباد لتطهير القلوب من الفساد. റമളാനാണ് വന്നിട്ടുള്ളത്, വരാനുള്ളത്. റമളാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. ഫസാദുകളിൽ നിന്ന് കൽബിനെ ശുദ്ധീകരിക്കാനാണ്. കൽബുകൾ ഫസാദുകളെ തൊട്ട് ദൂരത്താകാനാണ്, അതിനെ തൊട്ട് ശുദ്ധിയാക്കാനാണ് റമളാൻ. അതിനാണ് ഖുർആൻ, അതിനാണ് വഅദ്, അതിനാണ് ദുആ, അതിനാണ് സ്വലാത്ത്, അതിനാണ് മജ്ലിസുൻ നൂർ, അതിനാണ് മറ്റുള്ള നന്മകളെല്ലാം. എല്ലാം അതിനാണ്. കൽബ് ശുദ്ധമാക്കണം. അശുദ്ധമായ കൽബോടുകൂടെ ഖാലിക്കായ റബ്ബിനെ കാണാനുള്ള കൽബ്, ഖാലിക്കായ റബ്ബിനെ കാണാനുള്ള കണ്ണ്. ആ കണ്ണ് ഏത് കൽബുമായിട്ടാണ് ബന്ധിക്കേണ്ടത്? ശുദ്ധമായ കണ്ണാടി പോലെയുള്ള കൽബ്. കണ്ണിനല്ല, കൽബിനാണ്. ഓരോടാന് കോടാന് കോടി അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ കൽബിന്റെ മുമ്പിലാണ്. കൽബ് ശുദ്ധമാക്കണം. കിബറില്ലാത്ത കൽബ്, ചതിയില്ലാത്ത മനസ്സ്, ആരോടും വൈരാഗ്യമില്ലാത്ത ജീവിതം. നല്ലൊരു മനുഷ്യനാവുക, നല്ലൊരു ഉമ്മയാവുക, നല്ലൊരു ഉപ്പയാവുക, നല്ലൊരു ഭർത്താവുക, നല്ലൊരു ഭാര്യയാകുക, നല്ലൊരു ഉസ്താദാവുക, നല്ലൊരു കമ്മിറ്റിക്കാരനാവുക, നല്ലൊരു പ്രസിഡന്റ് ആവുക, നല്ലൊരു സെക്രട്ടറി ആവുക. എല്ലായിടത്തും വഅ്സിനൂ, നിങ്ങൾ നന്മ ചെയ്യണേ. അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മുഹ്സിനീങ്ങളെയാണ്. നല്ലത് ചെയ്യുന്ന ആളുകളോടാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ളത്. എല്ലാവരോടും നന്മ മാത്രം, എല്ലാവരോടും സ്നേഹം മാത്രം. ആരോടും വെറുപ്പില്ല, ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും എവിടെയും ഒരു കുഴപ്പവുമില്ല. മനസ്സിന്റെ ഉള്ളിലുമില്ല, വാക്കിലില്ല, പ്രവൃത്തിയിലില്ല, കമ്മിറ്റി മീറ്റിംഗിലില്ല, നാട്ടിലില്ല, ചെറുപ്പക്കാരിലില്ല, അയൽവാസികളിലില്ല, എവിടെയും ഒരു കുഴപ്പമില്ല. ഒരാൾക്കും കുഴപ്പം വന്നെത്തിപ്പെടണമെന്നോ, ഒരാളും പരാജയപ്പെട്ട് തോറ്റുപോകണമെന്നോ, ഒരുത്തന്റെ ബിസിനസ് ആണെങ്കിലും പൊട്ടിപ്പാളീസാകണമെന്നോ, ഒരു മനുഷ്യന്റെ ജോലി നഷ്ടപ്പെടണമെന്നോ, അങ്ങനെ യാതൊരുവിധ കൊതികളും ഇല്ലാത്ത മനസ്സിന്റെ ഉടമ നമ്മളായി കഴിഞ്ഞാൽ അപ്പോഴാണ് അല്ലാഹു തആല നമ്മെ ഇഷ്ടപ്പെടുകയും നമ്മൾ പൂർണ്ണമായ മുസ്ലിമാവുകയും ചെയ്യുന്നത്. വഅഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക. നിനക്ക് എന്തെല്ലാം കൊതിയുണ്ട്, നമുക്കെന്തെല്ലാം കൊതിയുണ്ട്. ഒരു വാഹനം വേണ്ടേ, മക്കളെ വേണ്ടേ, ഒരു നല്ല വീട് വേണ്ടേ, ആഫിയത്ത് ആരോഗ്യം വേണ്ടേ, ഇസ്സത്തോടെ ഈമാനോടെ മരിക്കണ്ടേ, സ്വർഗത്തിൽ കടക്കണ്ടേ, അല്ലാഹുവിനെ കാണണ്ടേ, അവന്റെ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ റസൂലിന്റെ തിരുകല്യാണത്തിൽ ഒരുമിച്ച് കൂടണ്ടേ, വേണം. ഇതെല്ലാവർക്കും കിട്ടണമെന്ന് കൊതിക്കണം. എല്ലാവരുടേതും സക്സസ് ആകണം. എല്ലാവരും സന്തോഷത്തോടെ കഴിയണം. എല്ലാവരുടെയും വീടിന്റെ പണി പൂർത്തിയാകണം. എല്ലാവരുടെയും മക്കൾ ഉഷാറാകണം. എല്ലാവരുടെയും ജോലി സന്തോഷമാകണം. എല്ലാവരും സമാധാനത്തിൽ കഴിയണം. എല്ലാവരും ഐശ്വര്യത്തോടെ കഴിയണം എന്ന് നീ ചിന്തിക്കാൻ തുടങ്ങിയാൽ അന്ന് അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ്. അങ്ങനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അവസാനം നാൾ വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇബ്നു അബി ദുനിയ ഉദ്ധരിക്കുന്നു, തഹബ്ബു ബിൽ അൽസുൻ, നാവ്
കൊണ്ടവർ പരസ്പരം സ്നേഹത്തിലാണ്. നാവ് കൊണ്ട് വല്ലാത്ത പഞ്ചാരയാണ് അല്ലെ. കാണുമ്പോ ആളുകള് ഉസ്താദെ കണ്ടിട്ട് എത്രയായി, ഉസ്താദ് വന്നതിന്റെ ശേഷം, ഉസ്താദിനെ കണ്ടതിന്റെ ശേഷം, ഉസ്താദെ നിങ്ങ മദ്രസ എടുത്ത പിള്ളറെല്ലാം ഉസാറ്. എവിടെ കാണുമ്പോ മീറ്റിങ്ങിലോ അയാളെ പിരിച്ചുവിടണം, അയാൾ പറ്റല. രണ്ട് മുഖമുള്ളവർ അങ്ങനെയാവരുത്. അയൽവാസികളെ കാണുമ്പോ എന്തോ ഒരു സന്തോഷാണ്. നല്ല വീട് കെട്ടണം, നല്ല കളർ കൊടുക്കണം, ആളുകൾക്കെല്ലാം അസൂയാകുന്നുണ്ടാകും. നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞോനാണ് അപ്പുറം പോയിട്ട് കണക്ക് വെപ്പുകാരൻ്റെ അടുത്ത് പോയിട്ട് മന്ത്രവാദിന്റെ അടുത്ത് പോയിട്ട് ഓന്റെ ജോലി പോകാൻ, ഓന്റെ കച്ചവടം തകർന്നു പോകാൻ, അവന്റെ ഭാര്യയുമായി തെറ്റാൻ സിഹിർ വെക്കുന്ന അയൽവാസിയല്ലേ. നാവ് കൊണ്ട് സ്നേഹമാണ്. അന്ത്യനാൾ അടുത്തു വരുമ്പോ നാവില് പരസ്പരം സ്നേഹമാണ്. സൗണ്ട് കുറച്ച് ബലിക്കുന്നുണ്ട്. ഒരു സ്വലാത്തിൽ സ്വലാത്തുല്ലാ അല്ലാഹു തആല അവന്റെ ഹബീബിന്റെ ശഫാഅത്തിൽ നമ്മ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ചെറിയ ഷോക്കും ഉണ്ട്, കൊള്ളുമ്പോ ചെറിയ ഷോക്കുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്നെ നമ്മുടെ ജീവിതത്തിലെല്ലാം ബറക്കത്ത് ചെയ്യട്ടെ. വെള്ളം കുടിക്കുമ്പോ ചൂട് വെള്ളം കുടിക്കാൻ പാടില്ലെന്നാണ്. ഫഇന്നൽ ഹാറ ലാ ബറക്കത്ത ഫീഹി എന്നാണ്. ചുട്ട് അല്ലെ, ഡബിൾ ചൂട്, ത്രിബിൾ ചൂട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. ചൂട് ആറിയതാകാം, കിണറ്റിന്റെ വെള്ളമാകാം, മറ്റൊക്കെ ആകാം. കുടിക്കുമ്പോ കുറച്ചായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. ഇരുന്നു കൊണ്ട് കുടിക്കുക എന്നുള്ളതാണ്. അത് സംസമാണെങ്കിലും ശരി, ഇരുന്നു കൊണ്ട് കുടിക്കണം എന്നുള്ളതാണ്. ഇരുന്നു കൊണ്ട് കഴിക്കുന്നതിൽ വലിയ ബറക്കത്തും റാഹത്തും ബറക്കത്തൊക്കെയുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അന്ത്യനാൾ അടുത്തു വരുമ്പോ നാവിൽ മാത്രം സ്നേഹമാണ് അല്ലേ. നമ്മളൊക്കെ അങ്ങനല്ലേ, ഗ്രൂപ്പിൽ സ്നേഹമാണ്, വാട്സപ്പ് കൂട്ടായ്മയിൽ സ്നേഹമാണ്, ഒക്കെ എല്ലായിടത്തും സ്നേഹമാ. അവർക്ക് വാക്കുകൾ സ്നേഹമാണ്. ഇന്ന് സ്നേഹം പറയാൻ കുറെയൊന്നും പറയണ്ട, സ്റ്റിക്കർ വാരിട്ടാ മതി. അങ്ങനത്തെ എല്ലാം സ്റ്റിക്കർ ഉണ്ട് അല്ലെ, സ്നേഹം കോരിവാരി ചൊരിയുന്ന സ്റ്റിക്കറുകൾ അല്ലെ, അതൊക്കെ അടിച്ചാ മതി. എന്നാലും ചില ആള് ബുഹുലും ഉണ്ട്, ചെറിയ തമ്പ് മറ്റേ ഇമോജി അതേ ഇടൂ, അതിൽ ലൈക്ക് അടിക്കും. അത്ര എന്തിനെ, അതിലും ബുഹുല്. യാറെ വലിയ മാഷാ ഇട്ടെങ്കിൽ അത്ര എന്തു സന്തോഷം. എന്റെ ഫോട്ടത്തിനോ ലൈക്ക് അടിച്ചിട്ടില്ല, അവര് ഞമ്പെന്തിന് വെറുതെ ലൈക്ക് അടിക്കണ്ട അല്ലേ. പെണ്ണുങ്ങൾക്കെല്ലാം സ്റ്റാറ്റസ് ഇട്ട് ഇങ്ങനെ കാത്തിരിക്കല്, എത്ര ആള് നോക്കി ഇടക്കിടക്കിനെ നോക്കുന്ന തന്നെ പണി, വേറെ പണി. അങ്ങനെയല്ല, നാവ് കൊണ്ടുള്ള സ്നേഹമാണ്. കൽബുകളെ കൊണ്ട് അവർ ദേഷ്യമാണ്. തമ്മിൽ അയൽവാസിയെ കണ്ടുകൂടാ, നാട്ടുകാർക്ക് നാട്ടുകാരെ കണ്ടുകൂടാ, കമ്മറ്റിക്കാർക്ക് കമ്മറ്റിക്കാരനെ കണ്ടുകൂടാ, ആർക്കും ആരെയും കണ്ടുകൂടാത്തൊരവസ്ഥ. മനസ്സിന്റെ ഉള്ളിൽ എല്ലാരോടും വെറുപ്പ്, അയൽവാസികളോട് വെറുപ്പ്, നാട്ടുകാരോട് വെറുപ്പ്, കൂട്ടുകാരോട് വെറുപ്പ്, കുടുംബക്കാരോട് വെറുപ്പ്, പ്രവാസിയോട് വെറുപ്പ്, കച്ചവടക്കാരനോട് വെറുപ്പ്, എല്ലാരോടും ഖൽബിന്റെ ഉള്ളിൽ വെറുപ്പാണ്. നാവിലോ തഹബ്ബു, ഭയങ്കരം സ്നേഹമാണ്, ആളുകളോട് ഭയങ്കരം സ്നേഹമാണ് അല്ലെ. ആരെ കണ്ടാലും നല്ല സ്നേഹമാണ്. ഖൽബിന്റെ ഉള്ളിലോ വല്ലാത്ത വെറുപ്പാണ്, വല്ലാത്ത പകയാണ്, വല്ലാത്ത ദ്വേഷമാ. അങ്ങനൊരു കാലം വരാനുണ്ട്. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും പറ്റുന്നില്ല, ആർക്കും ആരെയും ഇഷ്ടല്ല. എവിടെ, പബ്ലിക്കില് എല്ലാവർക്കും എല്ലാരും ഇഷ്ടാണ്. ഒരാള് എണീച്ചു പോയാ മറ്റോനെ കുറ്റം പറയാ, നാലാളിരുന്ന രണ്ടാള് പോയാ ബാക്കിയുള്ള ആ രണ്ടാളെ പറ്റി കുറ്റം പറയാ, നാലാളിൽ നിന്ന് ഒരുവൻ പോയാ മൂന്നാളുകൾ ചേർന്നിട്ട് അവനെ കുറ്റം പറയാ.
പരസ്പരം ആർക്കും ആരോടും സ്നേഹമില്ല, ഖൽബിന്റെ ഉള്ളിൽ സ്നേഹമില്ല. മഹബ്ബത്ത്, അല്ലാഹുവിനോട് ഇഷ്ടം വേണം, നമുക്ക് എല്ലാരോടും ഇഷ്ടം വേണം. ഖാലിഖായ റബ്ബിനോട് എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും അല്ലാഹുവിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകണം. അല്ലാഹുവിനോട് വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്, റബ്ബിനെ ഭയങ്കരം ഇഷ്ടമാണ്, അല്ലാഹുവിനെ ഭയങ്കരം ഇഷ്ടമാണ്. റളീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടവർ ഈമാനിന്റെ രുചി നോക്കിയവരാണ്. അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ നമ്മള്? എന്തെല്ലോ ദുആ ചെയ്തിട്ടുണ്ട്, മക്കൾക്ക് ദുആ ചെയ്തിട്ടുണ്ട്, എക്സാമില് പാസ്സാവാൻ ദുആ ചെയ്തിട്ടുണ്ട്. ദ്വാരക്കണം, നല്ലതാണ് അല്ലേ? എക്സാം ഒക്കെ വരാൻ പോകുന്നു. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ, വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും നീ പാസ്സാക്കി കൊടുക്കണേ അല്ലാ. പാസ്സാകണം. അലം നശ്റഹ്, ഇദാ ജാ നസ്റുല്ലാഹ് പോലെയുള്ള സൂറത്തുകൾ ധാരാളം ഓതാം, ഒക്കെ ആവാം. അതുപോലെ മറ്റുള്ള ദിക്റുകൾ ഒരുപാടുണ്ട്, അതൊക്കെ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹുവേ, എല്ലാ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെയും മക്കളെയും നീ പാസ്സാക്കണം അല്ലാ. എല്ലാത്തിനും ദുആ ചെയ്യണം. പക്ഷേ അല്ലാഹുടെ ഹുബ്ബുള്ള ആളുകള്, ആ ഹുബ്ബ് കൂടി അവർക്ക് ഒരേ ഒരു ആശ മാത്രമാ. ജുനൈദുൽ ബഗ്ദാദി തങ്ങളല്ലേ പറയുന്നത്, വൽ മുഹിബ്ബു, ആരാണ് മുഹിബ്? അബ്ദുൻ ദാഹിബുൻ നഫ്സി. ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, അവനെ തൊട്ട് യാത്ര പോയവനാ. അവനിക്ക് അവന്റെ ചിന്തയില്ല, അവനിക്കോ അവന്റെ ബേജാറില്ല, അവന്റെ വിഷയത്തിൽ സങ്കടമില്ല, അവന്റെ നാളെയുടെ ഓർമ്മയില്ല. എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചവൻ. അങ്ങനെ മഹാന്മാര് നീട്ടിപ്പരത്തി പറയുന്നു, അവൻ സംസാരിച്ചാൽ അല്ലാഹുവിന് വേണ്ടി, അവൻ മിണ്ടാതിരുന്നാൽ അല്ലാഹുവിന് വേണ്ടി, അവൻ ചെയ്താൽ അല്ലാഹുവിന് വേണ്ടി, അവൻ ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന് വേണ്ടി, എല്ലാം അല്ലാഹുവിന് വേണ്ടിയായ അവനാണ് മുഹിബ്. അല്ലാഹുടെ ഹുബ്ബ് വേണ്ടേ? സ്വർഗത്തിൽ വെച്ചിട്ട് അല്ലാഹുവിനെ കാണണ്ടേ? അല്ലാഹുവിനെ കണ്ടുമുട്ടാ ധാരാളം ദുആ ചെയ്തോ മുഅ്മിനേ. അല്ലാഹുവിനെ കാണണ്ടേ? റബ്ബനാ, അല്ലാഹുവിനെ റബ്ബേന്ന് വിളിച്ചിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാഹുമ്മ ർസുഖ്നാ ലദ്ദത്തൻ നദർ ഇലാ ലിഖാഇ ജമാലി കമാലി വജ്ഹികൽ കരീം. അല്ലാഹ്, നിന്നെ കാണണമല്ലാ. അല്ലാഹുവിന്റെ ലിഖാ വിധിച്ചവർ നരകത്തിൽ പോവില്ല. അല്ലാഹുവിനെ കാണാൻ ഭാഗ്യമുള്ളവർ നരകത്തിൽ പോവില്ല. അല്ലാഹുവിനെ കണ്ടുമുട്ടലാണ് അല്ലാഹുവിന്റെ പൊരുത്തമാണ്. മഹാന്മാർ പറഞ്ഞില്ലേ, എനിക്ക് സ്വർഗത്തില് കൊതിയില്ല, നരകത്തില് പേടിയില്ല, എനിക്ക് വേണ്ടത് എന്റെ റബ്ബിന്റെ പൊരുത്തമാണ്. അങ്ങനെയാണ് അല്ലാഹുവിൽ ഇഷ്ടം വെച്ചവർ, അല്ലാഹുവിനെ പ്രേമിച്ചു കഴിഞ്ഞവർ, റബ്ബുമായി ബന്ധം പുലർത്തിയവർ. മുഅ്മിനേ, അതിന് വയസ്സ് കാലപരിധികളില്ല. ഇതെല്ലാം തന്ന റബ്ബ്, ജീവൻ തന്ന റബ്ബ്, കാഴ്ച തന്ന റബ്ബ്, എല്ലാ കേൾവി തന്ന റബ്ബ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എല്ലാം തന്നവനാരാ?
കണ്ണിന്റെ കാഴ്ച തന്നവനാര്, കാതിന്റെ കേൾവി തന്നവനാര്, നടക്കാൻ ത്വാഖത്ത് തന്നവനാര്. ഒന്ന് കരള് മാറ്റിവെക്കാ 80 ലക്ഷം എന്ന് പറയുമ്പോ കാലിന്റെ ശക്തി തിരിച്ചു കിട്ടാ ഒരു ഇഞ്ചക്ഷന് വേണ്ടി 8 കോടി എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകള് കോരിവാരി തന്ന റബ്ബ് സുബ്ഹാനഹു വ തആല. ആ അല്ലാഹുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് കാണിക്ക കൊടുത്തു, എന്ത് സദഖ ചെയ്തു? ഹബീബ് തങ്ങൾ സ്വഹാബികളോട് പറയുന്നു, സ്വഹാബ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തൊരു സ്വഹാബി ഭാര്യയോട് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഇവിടെ കൊടുക്കാൻ എന്തെങ്കിലുമുണ്ടോ, സദഖ ചെയ്യാൻ എന്തെങ്കിലുമുണ്ടോ? ഉമ്മ പറയുന്നു, ഇല്ല, മക്കൾക്ക് കഴിക്കാൻ ആഹാരം പോലുമില്ലല്ലോ. അയൽവാസിയായ യഹൂദിയായ ജൂതനായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, എനിക്കൊല്ല ജോലിയും തരുമോ? ആ ജൂതൻ പറഞ്ഞു, എന്റെ തോട്ടത്തിലെ എല്ലാ ചെടികളെയും നനക്കാം. ഒരു ചെടി നനച്ചാൽ ഇത്ര കൂലിയാണ്, ഇത്ര പണമാ. രാവിലെ വരെ തോട്ടത്തിലുള്ള എല്ലാ ചെടികളെയും നനച്ച് അതിൽ വെള്ളമൊഴിച്ച് രാവിലെ അതുകൊണ്ട് കിട്ടിയത് ഭാര്യക്ക് കൊടുത്തില്ല, മക്കൾക്ക് കൊടുത്തില്ല. എവിടെ? നേരെ കൊണ്ടുപോയി സദഖ ചെയ്യുന്നു. കണ്ടോ, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടം കണ്ടോ? മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ അങ്ങ് ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ ഏതവസ്ഥയിലാണെങ്കിലും റബ്ബിനെ ഖൽബിലേറ്റിക്കഴിഞ്ഞാൽ, ഒരു ചരിത്രം കേട്ട് കാണുമല്ലോ. മൂസാ നബിന്റെ അടുക്കലൊരു പാവപ്പെട്ട കുടുംബം വന്നിട്ട് ചുരുക്കി പറയുന്നു, മക്കളെ കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. മൂസാ നബി പറഞ്ഞു, അല്ലാഹുവിന്റെ വക്കലിൽ നിന്നുള്ള വിധിയാണ്, നിങ്ങൾക്ക് മക്കളില്ല, നിങ്ങൾക്ക് അല്ലാഹു മക്കളെ കണക്കാക്കിയിട്ടില്ല. അപ്പോഴാ സങ്കടത്തോടെ ഭാര്യയും ഭർത്താവും വീട്ടിലേക്ക് വരികയാണ്. മക്കളില്ലാത്തവരെ കളിയാക്കി കളയരുത്, മക്കളില്ലാത്തവരെ ചെറുതാക്കി കളയരുത്. അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഇല്ലേ? ആയിട്ടില്ല, നിങ്ങൾക്ക് എന്തോ ആയിട്ടില്ല, അപ്പോ എത്ര കൊല്ലായി, ഡോക്ടറെ കാണിച്ചിട്ടില്ല, അപ്പോ ആടെ ഒരു പച്ച മരുന്നുണ്ടാല, ഈടൊരു ബീബിമ്മ ഉണ്ടാല. ഇതെല്ലാം പോയിട്ട് മടുത്തിട്ടെല്ലായിട്ട് ലാസ്റ്റ് നിർത്തിനെ കിട്ടുന്നെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ അത്ര ഫോട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അല്ലേ ഇടക്കെങ്കിലും പോകുമ്പോ ചോദിച്ച് കരയിപ്പിക്കുകയാണ്. അങ്ങനെ പാടില്ല. മക്കളില്ലാത്തവർക്കറിയാം മക്കളുടെ വിഷമം, അല്ലേ? മക്കളില്ലാത്തതിന്റെ സങ്കടം അത് അല്ലാഹു തആല നൽകണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അങ്ങനെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുജ്ജിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കുറേ മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല. റബ്ബി ഹബ് ലീ മിനസ് സാലിഹീൻ, ഖുർആൻ പറയുന്നുണ്ടല്ലോ, സാലിഹീങ്ങളായ മക്കളെ കൊണ്ട് സ്വാലിഹീങ്ങളല്ലാത്ത ഒരുപാട് മക്കളുണ്ടായിട്ട് വലിയ കാര്യമില്ല. മക്കളെ കൊണ്ട് അഹങ്കരിക്കണ്ട, മക്കളെ കൊണ്ട് പെരുമനടിക്കണ്ട. ഏതുമാകട്ടെ, മക്കളില്ലാത്ത സങ്കടം പറഞ്ഞ് മൂസാ നബിയുടെ അടുത്ത് പോയവരോട്
മക്കളാകില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കരയുമ്പോ, സങ്കടമായപ്പോ, ബേജാറായപ്പോ ഒരു മിസ്കീനായ ഒരു ഫക്കീറായ ഒരു മനുഷ്യൻ വരുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഞാനൊരു ഭക്ഷണം കഴിക്കാതെ ഒരുപാട് കാലമായി, എനിക്ക് വല്ലതും തരുമോ? നിങ്ങളുടെ ആവശ്യം എന്തുണ്ടെങ്കിലോ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാമല്ലോ. അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, എന്തേ നിങ്ങളുടെ സങ്കടം എന്താ? നിങ്ങൾ കരയുന്നത് എന്തിനാ? അപ്പോഴതാ അവര് പറയുന്നു, ഞങ്ങൾക്ക് മക്കളില്ല. പറയണ്ട താമസം 2 കൈകൾ ഉയർത്തിയിട്ട് ആ മിസ്കീനായ മനുഷ്യന് അല്ലാഹുവോട് ചോദിക്കുന്നു, അല്ലാ ഇവർക്ക് നീ മക്കളെ കൊടുക്കല്ല. കാലശേഷം ആ പെണ്ണുങ്ങൾ ഗർഭിണിയായി പ്രസവിച്ചു. കുഞ്ഞിനെയും എടുത്തിട്ട് ഇലാ ഹദ്റത്തി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തിലേക്ക് പോകുന്നു. മൂസാ നബിയോട് പറയുന്നു, മൂസാ നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് മക്കളാവൂല, ഇതാ ഞങ്ങളുടെ കുഞ്ഞാണിത്, ഇതെന്റെ ഭാര്യ പ്രസവിച്ചതാ. ഖാലിഖായ റബ്ബിനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അല്ല റബ്ബേ, ഇവർക്ക് മക്കളാകില്ലെന്ന് നിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പല്ലേ, പിന്നെങ്ങനെ ഇവർക്ക് മക്കളായി? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്നു, അതിന്റെ സീക്രറ്റ് പറയണോ, അതിന്റെ രഹസ്യം പറയണോ? മനുഷ്യന്റെ ഇറച്ചി കാണിക്കയായി വെക്കണേ. അല്ലാഹുവിന്റെ മുമ്പിൽ കാണിക്കയായിട്ട് മനുഷ്യന്റെ ഇറച്ചി വെക്കണം. എവിടുന്ന് കിട്ടാനാണ് അല്ലേ? മൂസാ നബി അങ്ങനെ ചോദിച്ചിറങ്ങി, ആരെങ്കിലും കുറച്ച് ഇറച്ചി തരുമോ? എവിടുന്ന്? ബീഫല്ല, മട്ടണല്ല, ചിക്കനല്ല, പിന്നെ മനുഷ്യന്റെ ഇറച്ചിയാണ്. മനുഷ്യന്റെ ഇറച്ചി പോയിട്ട് സംഭാവന കേട്ടെങ്കിലേ കൊടുക്കുന്ന ആള് ഇല്ല. ചിലയിടത്തെല്ലാം ജുമ കഴിഞ്ഞിട്ട് പിരിവുണ്ടെങ്കിൽ ചില ആചാർമാർ കയ്യെല്ലാം കെട്ടിയെങ്കിൽ ഒരു സലാം വിട്ടുമ്പോ പിരിവ് തീരുന്നു. അങ്ങനത്തെ നിസ്കാരം, 1.5 നിസ്കാരം, സുജൂദിനെല്ലാം പോയ എണിക്കുന്നില്ല. എന്റെ ഇടയ്ക്ക് ഒരാള് മുസല്ലക്ക് 10 ഉറുപ്പ ഇട്ടിട്ട് 40 ഉറുപ്പ റിട്ടേൺ എടുത്തിന്, ചില്ലര എടുത്തിനെ, 10 ഉറുപ്പന്റെ ചില്ലര 40 ഉറുപ്പ. ഇങ്ങനത്തെ ബഖീലന്മാരുണ്ട്. ഉസ്താദന്മാർക്കെല്ലാം കൊടുക്കുമ്പോ അങ്ങനെ ഇരിക്കട്ട് ഉസ്താദ് ബർക്കത്തിന് എന്റെ ചുരുട്ടിട്ട് കൊടുക്കുന്ന 10 ഉറുപ്പന്റെ നോട്ടിന്. കിടാക്ക പോലും എങ്ങനല്ലേ 10 ഉറുപ്പന്റെ നോട്ടിന് വലിച്ചിരുന്ന് വേണ്ടാൻ, ഞക്ക് വേണ്ടാൻ. കൊടുക്കുമ്പോ കുറച്ച് പാങ്ങല കൊടുക്കുക. റമദാനെല്ലാം വരുന്നല്ലേ, മദ്രസന്റെ ഉസ്താദന്മാർ എന്ന് പറഞ്ഞ സമുദായത്തിൽ ഏറ്റവും ഖൈറുള്ള ആളാണ്. നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നവരാണ്, നല്ലോണം കൊടുക്കണം. ഇത് ചുരുട്ടിട്ട് ഗുംപിണല്ലേ എല്ലാരൊക്കെ പോയിട്ട് ചില ആള് മുസാഫയത്താക്കാൻ വരുമ്പോ ചുരുട്ടിട്ട് പിടിച്ചോണ്ട് വരുന്ന കയ്യിൽ ഇക്ലീസ് എന്തില്ല, കാലി കയ്യങ്ങ് പിടിച്ചോണ്ട് വരുമ്പോ കയ്യിലെന്തങ്ങ് ചുരുട്ടി പിടിച്ചോണ്ട് വരുന്ന ആളെ കണ്ടാളിരിക്കണം. 500 4 നോട്ടുണ്ട് അങ്ങനെ മുറുക്ക പിടിച്ചോണ്ട് വരുന്ന. അതിന്റെ കൈനെ വരച്ചിട്ട് ഒറ്റ പോക്ക്. ഞമ്മക്ക് മനസ്സിലാ നീ കയ്യിൽ എന്തുണ്ടായിട്ടില്ല. മുസാഫയത്തല്ലാക്കുമ്പോ പൈസ തരണോന്ന് നിർബന്ധം എന്തില്ല. ഈ ഡോങ്കി ആക്കുന്നത് ഇങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ട് അല്ലെ, അതൊരു ഡോങ്കിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സദക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് റാഹത്തിൽ കൊടുക്കണം. റമളാനൊക്കെ വരാൻ പോകുന്ന മദ്രസന്റെ ഉസ്താദന്മാർക്ക് കൊടുക്കുമ്പോ എന്തില്ലെങ്കിലും ഒരു നല്ല കിടാക്കൊക്കെ നല്ലൊരു ഡ്രസ്സ് കിട്ടുന്ന അത്ര ഒരു 2-3 ഉറുപ്പന്റെ പൈസെങ്കിലും നമ്മളെ കിടാക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് റമളാൻ റബീഉൽ അവ്വലൊക്കെ ഒന്ന് കൊടുക്കാൻ മനസ്സ് കാണിക്കണ്ടേ? അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചില ആൾ അങ്ങനെയുണ്ട്, വലിയ ഉസ്താദന്മാരെ വലിയ ആൾക്കാരെല്ലാം വന്നെങ്കിൽ 5ഉം 10 വലിച്ചു കൊടുക്കും. എന്തിന്? പേരും പ്രശസ്തിയും ദുആയും മറ്റെല്ലാത്തിനും വേണ്ടി. ഈ മുഅല്ലിമായ ഉസ്താദന്മാർക്ക് കൊടുത്തെങ്കിൽ പിന്നെ പ്രസംഗിക്കാനില്ല, വയലിൽ പറയാനില്ല, ആചാര മഹത്വം പാടാനില്ല, അതുകൊണ്ട് ആരും കൊടുക്കൂല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹുന്നാസ്. കൊടുക്കണം, മുഅല്ലിമീങ്ങൾ കൊടുക്കണം, മുഅദ്ദിനുമാർക്ക് കൊടുക്കണം, ഉസ്താദന്മാർക്ക് കൊടുക്കണം, മിസ്കീന്മാർക്ക് കൊടുക്കണം, യതീമക്കൾക്ക് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. ധാരാളം കൊടുക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ അങ്ങ് ചൊല്ലുന്നില്ല, കൊടുക്കാൻ മനസ്സേ ഇല്ല, അത് കാണുന്ന എടുത്തവർക്ക് അല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ആമീൻ. കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞിട കമ്മിറ്റിക്കാർ വന്നപ്പോൾ എന്നെ സെക്രട്ടറി പറഞ്ഞു, ഇല്ല ഉസ്താദെ ബെഞ്ച് ഡെസ്കെല്ലാം പറഞ്ഞു എല്ലാ നാട്ടും കൊടുത്തിട്ടായി എന്നങ്ങനെ ചോദിക്കുന്നതിന് പിന്നെ കൊടുക്കുന്ന നാട്ടുകാർ അല്ലാഹു തആല ബർക്കത്തും റഹ്മത്തും ഏറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ കാവല് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കട്ടെ. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ഇറങ്ങി, മനുഷ്യന്റെ ഇറച്ചി ചോദിച്ചുകൊണ്ട് ഇറങ്ങാൻ അല്ലേ, മനുഷ്യന്റെ ഇറച്ചി ചോദിച്ചുകൊണ്ട് ഇറങ്ങി. ആരും കൊടുക്കുന്നില്ല അല്ലേ, നമ്മളെ പോലെ തന്നെ അടിക്ക് തലയിടുന്നല്ലാതെ ആരും കൊടുക്കുന്നില്ല. അങ്ങനെ ബേജാറൊരു മരത്തിന്റെ അടിയിലിരിക്കുമ്പോ മിസ്കീനായൊരു മനുഷ്യൻ ചോദിക്കുന്നു, യാ മൂസാ, മൂസാ നബിയേ എന്താണ് ബേജാറ്, എന്താണ് സങ്കടം? മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, മനുഷ്യന്റെ ഇറച്ചി ഒരൽപ്പം വേണം, അല്ലാഹുവിനെ കാണിക്ക വെക്കാനാ, റബ്ബിന്റെ മുമ്പിൽ വെക്കാനാ. ആ മിസ്കീനായ മനുഷ്യൻ പറയുന്നു, അള്ളാന്റെ മുന്നിൽ വെക്കാനോ? ഇതാ പിടിച്ചോ, കയ്യിൽ നിന്നോ കാലിൽ നിന്നോ എവിടെ നിന്നാണ് ഇറച്ചി വേണ്ടത് മുറിച്ചെടുത്തോ. പറയണ്ട താമസം കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ ഇറച്ചി കിട്ടിയിട്ടുണ്ട്, കയ്യിന്റെ ഇറച്ചിയോ കാലിന്റെ ഇറച്ചിയോ എവിടെ നിന്നാണ് വേണ്ടത് റബ്ബേ? അപ്പോൾ റബ്ബ് തആല പറയുന്നു, എനിക്ക് എവിടത്തെയും മനുഷ്യന്റെ ഇറച്ചി വേണ്ട. നിങ്ങൾക്കറിയുമോ, ഞാൻ അവർക്ക് മക്കളെ കൊടുക്കാൻ കരുതിയതല്ല. എന്നോട് മക്കളെ ചോദിച്ചത് ആരാന്നറിയോ? എന്നോട് അവർക്ക് മക്കളെ ചോദിച്ചത് എവിടെ നിന്ന് വേണമെങ്കിലും അല്ലാഹ് ഇറച്ചി മുറിച്ചെടുത്തോ, ഞാൻ അല്ലാഹുവിൻ്റെതാണ്, ഞാൻ അല്ലാഹുവിനുള്ളവനാ. ആ മിസ്കീനായ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹമാണ് എന്നോട് ചോദിച്ചത് ഇവർക്ക് മക്കളെ കൊടുക്കല്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് മക്കളെ കൊടുത്തു. മൂസാ 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 നബി ഞെട്ടി വിറച്ചുപോയി. കാരണം അല്ലാഹ് കാണിക്ക വെക്കാൻ മൂസാ നബിയുടെ കയ്യിൽ ഇറച്ചി ഉണ്ടായിരുന്നല്ലോ, കയ്യിലും കാലിലും ഇറച്ചി ഉണ്ടായിരുന്നല്ലോ. അല്ലാഹ് പറഞ്ഞില്ലല്ലോ, റബ്ബേ എന്റെ ഇറച്ചിയാണോ, എവിടെ നിന്ന് വേണമെന്ന് ചോദിച്ചില്ലല്ലോ. എവിടെ നിന്ന് വേണമെങ്കിലും ഇറച്ചി തരാമെന്ന് പറഞ്ഞ ആ മനുഷ്യനോട് അല്ലാഹു തആല മിസ്കീനായ മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ, ആ ഫഖീറായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ദുആക്ക് ഉത്തരം ചെയ്തുവല്ലോ. അങ്ങനെയാണ് എല്ലാം അല്ലാഹുവിന് വേണ്ടി അർപ്പിച്ചവർ ധാരാളം കൊടുക്കണം. ഇത് ഭർത്താവ് സ്വർണം ചോദിച്ചാൽ പോലും കൊടുക്കൂല അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടിലുണ്ട്. ഒരിക്കൽ തന്നിട്ട് ഞാൻ ബിറ്റെങ്കിൽ ഇൻഷാ അല്ലാഹ് നിനക്ക് അടുത്ത കൊല്ലം വാങ്ങിത്തരാന്ന് പറഞ്ഞു. വാങ്ങിത്തരാന്ന് ഇൻഷാ അല്ലാഹ് എല്ലാം പറയും, കിട്ടലുണ്ടാവൂല എന്ന് പെണ്ണുങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത് കൊണ്ടുപോയെങ്കിൽ പണ്ടൊരാൾ പറഞ്ഞല്ല, പോയെങ്കിൽ പിന്നെ അത് ഖബറിലേക്ക് താത്തിട്ട് വെച്ച പോലെ തിരിച്ചിട്ട് വരുന്നില്ല. ചില ആൾ കൊണ്ടുപോയെങ്കിൽ അങ്ങനെയുണ്ട്. ചില അയൽവാസികൾ കടം മേങ്ങിങ്ങും അങ്ങനെയുണ്ട്. മുളക് കടം മേങ്ങുന്ന, ടൊമാറ്റോ കടം മേങ്ങുന്ന, മേങ്ങിയിട്ട് ചില കടം മേങ്ങിയതെല്ലാം അതിൽ തന്നെ പോകുന്നു. കുക്കറിലെ കടം വാങ്ങുന്ന, കത്തി കടം വാങ്ങുന്ന, അതെല്ലാം നല്ല തന്നെയാണ്, കൊടുക്കലൊക്കെ നല്ലതാണ്. പക്ഷെ ചില ആൾ ഈ വാങ്ങിയാലെ തിരിച്ചു കൊടുക്കല, വാങ്ങിയാൽ എന്താക്കല തിരിച്ചു കൊടുക്കുന്ന. മുസല്ലൊക്കെ കൊണ്ടൊരു 100 റുപ്യ ഉണ്ടാന്ന് യോം ബഖീൽ ആചാറ് തേടി 10 റുപ്യന്റെ നോട്ട് അപ്പുറത്തോന്റെ മേങ്ങിട്ടിട്ടുന്നെ. പിന്നെ ഒരുത്ത വന്നിട്ടില്ല, ഒരു 100 റുപ്യ ഉണ്ടാ, ഇങ്ങോട്ടൊക്കെ 100 റുപ്യ കൊടുത്ത അയാള് 100 റുപ്യ എടുത്താ ഇതാ പിടിച്ചോളി, മുസല്ലൊക്കെ ഇട്ട്. അയാളുടെ 110 പോയി. ആരുത് ഫസ്റ്റ് ഇത് പിന്നെ കൊടുക്കലുണ്ടാ? ഇതൊക്കെ ഹക്കാണ്, കൊടുക്കണം. വാങ്ങിയത് കൊടുക്കണം, കടം വാങ്ങിയത് കൊടുക്കണം അല്ലെ. കടം വാങ്ങിയത് തിരിച്ചു കേട്ടെങ്കിലേ ഗളാട്ടെ അല്ലെ, പിന്നെ കുഴപ്പമൊന്നും പറയണ്ട. പിന്നെ തല്ലിനും കുസ്തിക്കും റൗഡിസം നീ കയ്യങ്ങൾ ഉസിലാക്കി നോക്കാം. തന്നെ പ്രൂഫ് ഉണ്ടാ, ഇനി പ്രൂഫ് കൊടുന്നാക്കാൻ പോകുന്ന ഈ 5000 രൂപ കടം കൊടുത്തതിന് എഗ്രിമെന്റ് ആക്കിയിട്ട് കൊടുക്കുന്ന പ്രൂഫ് ഉണ്ടാ, നീ കയ്യങ്ങൾ ഉസിലാക്കി നോക്കാം. ഇങ്ങനത്തെ എല്ലാ കാലാവസ്ഥയാണ്. അതുകൊണ്ട് കൊടുത്തോളിൻ, മനസ്സറിഞ്ഞ് കൊടുക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും ധാരാളം ദാനം ചെയ്യണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്.
ഖാലിക്കായ റബ്ബിനോട് ഇഷ്ടമുണ്ടാകണം. അല്ലാഹുവിനോട് ഇഷ്ടമായ വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ദീനായി അവനക്ക് ഇഷ്ടമാണ്, അവനക്ക് പൊരുത്തമാ. അല്ലാഹുവിനെ ഇഷ്ടം വേണം. അല്ലാഹുവിനെ ഇഷ്ടമുള്ളവർക്ക് അല്ലാഹുവിന് വേണ്ടി സകലവും ചെയ്യാൻ മടിയില്ല, കൊടുക്കാൻ മടിയില്ല, സുജൂദ് ചെയ്യാൻ മടിയില്ല, സദഖ ചെയ്യാൻ മടിയില്ല, നോമ്പെടുക്കാൻ മടിയില്ല. റമദാനാണ് കടന്നു വരുന്നത്. ഇപ്പോൾ തന്നെ ചില ആളുകള് ഇത്ര ചൂടുണ്ടെങ്കിൽ എന്താവും ആർക്ക് ആരെ ബേജാറ്, ഉച്ചക്ക് കഞ്ഞി കുടിക്കുന്നവനാണ് കേൾക്കുന്നത് ഇന്ന് ഭയങ്കര ക്ഷീണം അല്ലെ, ഇന്നത്തെ നോമ്പ് ഭയങ്കര കടുപ്പോ. എന്തേ ഓന് കഞ്ഞിക്ക് എന്ത് ഉപ്പിട്ടിട്ടില്ലേ അല്ലെ, കഞ്ഞി ഉച്ചക്ക് നോമ്പ് കള്ളന്മാർക്കാണ് കൂടുതൽ ക്ഷീണം. നമ്മളാരും അങ്ങനെയാവണ്ട. അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക. അങ്ങനൊന്നും മരിച്ചു പോവില്ലല്ലോ, അങ്ങനെ മരിക്കാനില്ലല്ലോ. അങ്ങനെ മരിച്ചാ നോമ്പുകാരനായിട്ട് റബ്ബിലേക്ക് യാത്ര പോവുകയല്ലേ. ഖാലിക്കായ റബ്ബിന് വേണ്ടി എല്ലാം നീ ചെയ്താൽ അള്ളാഹുവിന്റെ ദീന്, ആ ദീന് നിനക്ക് ഇഷ്ടമായ അല്ലാഹു അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. അൽ ഹലാൽ വ്യക്തമാണ്, അല്ലാഹു ഹലാലിനെ വ്യക്തമാക്കി തന്നു, അല്ലാഹു ഹറാമിനെ ഹറാമാക്കി തന്നു. ആ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഹലാലായത് ചെയ്യുകയും സുന്നത്തായത് പ്രവർത്തിക്കുകയും നിർബന്ധമായതെല്ലാം ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ഫർളായതെല്ലാം കൊണ്ടു നടക്കണം. നിസ്കാരമോ, നിസ്കാരത്തിനുള്ള ബഹുമാനം എത്രയാണ്, നിസ്കാരത്തിന്റെ ആദരവ് എത്രയാ. അബൂ ഹനീഫ തങ്ങൾ നിസ്കരിക്കുമ്പോ മുമ്പിൽ വീണ പാമ്പ് വീണിട്ട് അബൂ ഹനീഫ തങ്ങള് ഇമാം ഉദ്ധരിക്കുന്നു, അബൂ ഹനീഫ തങ്ങൾക്ക് അവിടെ പാമ്പ് വീണതേ അറിഞ്ഞു പോയില്ല.